ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ജീവനുള്ള വിത്തുകൾ. ഇതിൽ ആദ്യം തന്നിട്ടുള്ളത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് പരീക്ഷണങ്ങളാണ്. ഇത് കുട്ടികൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതിവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായുള്ള 3 ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? ജലം, വായു, അനുയോജ്യമായ താപനില. ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതെല്ലാമാണ്? മണ്ണ്, സൂര്യപ്രകാശം. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങളാണ് ജലം, വായു, അനുയോജ്യമായ താപനില. പിന്നെ അടുത്തൊരു പോയിന്റ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. വിത്തിനുള്ളിലെ ജീവൻ. ഇവിടെ ഒരു ചെറുപയർ വിത്തിന്റെ മുളയ്ക്കലിന്റെ ചിത്രീകരണം തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് ബീജമൂലമാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്നത് ബീജമൂലം, റാഡിക്കിൾ ആണ്. ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുന്നത്. ബീജമൂലം റാഡിക്കിൾ റൂട്ടായിട്ട് മാറും. അതായത് മലയാളത്തിൽ ബീജമൂലം എന്ന് പറയും. ബീജമൂലം വേരായിട്ട് മാറും. പിന്നെ വരുന്നതാണ് ബീജമൂലം കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് പ്ലൂമ്യൂൾ സ്റ്റെം ആയിട്ടാണ് മാറുന്നത്. റാഡിക്കൽ റൂട്ടായി മാറും, പ്ലൂമ്യൂള് സ്റ്റെം ആയിട്ട് മാറും. പിന്നെ ഇവിടെ കാണുന്ന ഇതിനെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്, കോട്ടിലിഡൺ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് പഠിച്ചു വെക്കണം. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ബീജപത്രത്തിൽ നിന്നാണ്. നമ്മളിപ്പോൾ ചിത്രീകരണത്തിൽ കണ്ടില്ലേ ബീജപത്രം. അപ്പോൾ ബീജപത്രത്തിൽ നിന്നാണ് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത്. ഇവിടെ 2 ബീജപത്രം തന്നിട്ടുണ്ട്. ഇത് പയറിന്റെ ബീജപത്രം. നോക്കിക്കോ, അവിടെ 2 ബീജപത്രം നമുക്ക് കാണാനുണ്ട്. ഇപ്പുറത്ത് തന്നിരിക്കുന്നത് ചോളത്തിന്റെ ബീജപത്രമാണ്. അവിടെ നമുക്ക് 1 ബീജപത്രമാണ് കാണാനുള്ളത്. ബീജപത്രത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ബീജാന്നം എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാനുണ്ട്. ചോളത്തില് 1 ബീജപത്രം മാത്രമാണ് ഉള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. വിത്ത് മുളയ്ക്കൽ, സീഡ് ജെർമിനേഷൻ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം എന്ന് പറയുന്നത് റാഡിക്കൽ, ബീജശീർഷം എന്ന് പറയുന്നത് പ്ലൂമ്യൂള്. ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബീജമൂലം ഉണ്ടായിട്ട് എന്താ ഉണ്ടാവുന്നത്? ബീജമൂലം എന്തായി മാറുന്നു? വേരായിട്ട് മാറുന്നു. ബീജശീർഷമായി എന്തായിട്ടാ മാറുന്നത്? തണ്ടും ഇലയുമായിട്ട് മാറുന്നു. ഈ ബീജപത്രവും ബീജാന്നവും എന്തിനാണ്?
പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വിത്തിൽ നിന്നല്ലാതെയും. എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം പലതരം പല ഭാഗങ്ങളും നടീൽ വസ്തുക്കളായിട്ട് നമ്മൾ ഓരോ ചെടികളുടെയും പല ഭാഗങ്ങളാണ് നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചെമ്പരത്തിയുടെ തണ്ടാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. കൃഷ്ണഗിരിയുടെ തണ്ടാണ് ഉപയോഗിക്കുന്നത്. നിശാഗന്ധിയുടെയും തണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇലമുളച്ചിയുടെ ഇലയാണ്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്തു വിതരണം എന്ന് പറയുന്നത്. വിത്തു വിതരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനാണ് നമ്മൾ വിത്തു വിതരണം എന്ന് പറയുന്നത്. സീഡ് ഡിസ്പേഴ്സൽ. ഇനി എന്തിനാണ് ഈ വിത്തു വിതരണം? ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണു മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തിനാണ് വിത്ത് വിതരണം? നമ്മൾ ഒരു സസ്യത്തിന്റെ വിത്തുകളൊക്കെ അതിന്റെ ചുവട്ടിൽ തന്നെ വീണാൽ എന്താണ്? അവയ്ക്ക് ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതു ലവണമൊന്നും അവയ്ക്ക് കിട്ടില്ല. പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്നാലാണ് അവയ്ക്ക് അങ്ങനെ നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ വിത്ത് വിതരണം എന്ന് പറയുന്നത്. അതിനാണ് ഈ വിത്ത് വിതരണം സഹായിക്കുന്നത്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിനും എന്താണ്? ഈ വിത്ത് വിതരണം മൂലമാണ്. വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? കുറച്ചു ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അടുത്ത ഇവിടെ ഒരു അപ്പൂപ്പൻ താടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പൂപ്പൻ താടി എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? കാറ്റിലൂടെയാണ് അല്ലെ. കാറ്റിലൂടെ അപ്പൂപ്പൻ താടിക്ക് വിത്ത് വിതരണം നടത്താൻ എന്തൊക്കെ അനുകൂലനങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ഈ രോമങ്ങൾ പോലെയുള്ള ഭാഗങ്ങൾ അതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ, അത് അധികം കനമില്ലാത്തതാണ്, ഭാരക്കുറവ്. അതുമാണ് ഈ കാറ്റിലൂടെയുള്ള വിത്ത് വിതരണത്തിന് സഹായിക്കുന്നത്. ഇനി ഇവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട്. രണ്ട് ചെടികളുടെ ചിത്രം തന്നിട്ടുണ്ട്. കടലാടി, അസ്ത്രപ്പുല്ല് അല്ലെ. ഇവയൊക്കെ നോക്കുമ്പോൾ കൂർത്ത അഗ്രഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട് അല്ലേ. ഇവയൊന്നും ഭക്ഷ്യയോഗ്യമല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഇവ വിത്ത് വിതരണം നടത്തുന്നത്? ഈ കൂർത്ത ഭാഗങ്ങൾ വെച്ചിട്ട് ഇവര് ജന്തുക്കളുടെ മേലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ജന്തുക്കൾ വഴിയൊക്കെയാണ് ഇവയുടെ വിത്ത് വിതരണം നടക്കുന്നത്. ഇനി അടുത്തത് വിത്ത് വിതരണ രീതിയാണ് പൊട്ടിത്തെറിച്ച് അല്ലെ. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ചെടികളുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? അത് അവിടെ ചിത്രം തന്നിട്ടുണ്ട്. റബ്ബർ, കാശിത്തുമ്പ ഇവയൊക്കെ എന്താണ്? പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം നടക്കുന്നത്. ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. വിത്ത് വിതരണ രീതികളാണ്. ഒന്ന് കാറ്റിലൂടെ അപ്പൂപ്പൻ താടി, അതുപോലെ പരുത്തി, ഓർക്കിഡ്, മഹാഗണി, പൈൻ എന്നിവയൊക്കെ എന്താണ്? കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചെടികളാണ്. അടുത്തത് ഇവിടെ വെണ്ട തന്നിട്ടുണ്ട്. വെണ്ട എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ച് അല്ലെ. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന വെണ്ട, കാശിത്തുമ്പ, റബ്ബർ എന്നിവയൊക്കെ. അടുത്തത് തെങ്ങ് എന്ന് തന്നിട്ടുണ്ട്. തെങ്ങ് എങ്ങനെയാണ്? ജലത്തിലൂടെയാണ് അല്ലെ. ജലത്തിലൂടെ ഏതൊക്കെയാണ്? തെങ്ങ്, പിന്നെ താമര, ആമ്പൽ ഇവയൊക്കെ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്. അടുത്തതാണ് നാലാമത്തെ. എന്താണ്? അതിന്റെ ചുവട്ടിൽ എക്സാമ്പിൾ വന്നിട്ടുള്ള പേര എന്നാണ്. അപ്പൊ പേര ഏത് വഴിയായിരിക്കും വിത്ത് വിതരണം നടത്തുന്നത്? മൃഗങ്ങൾ വഴിയാവാം, പക്ഷികൾ വഴിയാവാം, മനുഷ്യർ വഴിയാവാം അല്ലെ. ഇതെന്താണ്? ഇത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് പേര. അതുപോലെ തന്നെ എക്സാമ്പിൾ ചക്ക, മാങ്ങ എന്നിവയൊക്കെ. ഇലകളിലെ വൈവിധ്യം. ഇവിടെ രണ്ട് തരത്തിലുള്ള ഇലകൾ തന്നിട്ടുണ്ട് അല്ലെ. ഉണങ്ങിയ ഇലകൾ തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ സിരകൾ പോലെയുള്ള ഭാഗങ്ങൾ നോക്കൂ. രണ്ടിന്റെ വ്യത്യസ്തമാണ് അല്ലെ. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയാണ് ഉള്ളത് അല്ലെ. ഇലയുടെ പ്രധാന ഒരു സിര നമുക്ക് കാണാം. ഞെട്ട് മുതൽ അഗ്രം വരെ ഒരു പ്രധാനമായിട്ട് ഒരു വലിയ സിര കടന്നു പോകുന്നത് നമുക്ക് കാണാം. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടു. ഇതിനെയാണ് നമ്മൾ ജാലിക സിര വിന്യാസം, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ചിത്രത്തില് ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സമാന്തര സിരാ വിന്യാസം എന്ന് പറയുന്നത്. പാരലൽ വിനേഷൻ. ജാലിക സിരാ വിന്യാസത്തിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്ലാവ്, അതുപോലെ മാവ്, അങ്ങനെയുള്ളതൊക്കെ എന്താണ് ജാലിക സിരാവിന്യാസാണ്. സമാന്തര സിരാവിന്യാസം മുള, തെങ്ങ്, പന, പിന്നെ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ എന്താണ് സമാന്തര സിരാവിന്യാസാണ് ഉള്ളത്. ജാലിക സിരാവിന്യാസത്തിൽ എന്തൊക്കെയാണ്? പ്ലാവ്, മാവ്, തേക്ക്, അങ്ങനെയുള്ള മരങ്ങളെല്ലാം ജാലിക സിരാവിന്യാസത്തിലാണ് ഉൾപ്പെടുന്നത്. ഇലകളിലുള്ള സിരാവിന്യാസവും അവയുടെ വേരിന്റെ ഘടനയും തമ്മിൽ ബന്ധമുണ്ട്. ഇവിടെ 2 തരം വേരുകൾ തന്നിട്ടുണ്ട്. പ്ലാവ്, പുൽച്ചെടി പറഞ്ഞ 2 ചെടികൾ തന്നിട്ടുണ്ട്. പ്ലാവിന്റെ വേരും പുൽച്ചെടിയുടെ വേരും വ്യത്യസ്തമാണ് അല്ലെ. ഈ പ്ലാവിന്റെ ഈ വേരിനെയാണ് എന്ത് പറയുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നതാണത്. തായ് വേരുപടലം. പുൽച്ചെടിയിലെ നോക്കി നോക്കൂ, നാരു വേരുപടലാണ് ഇവിടെ കാണുന്നത്. ഇതിനെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയ ഒരു വേരാണ്. ഈ വേരിനെയാണ് നമ്മൾ തായ് വേര്, ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഈ വേരിൽ നിന്നാണ് മറ്റ് ചെറിയ വേരുകളൊക്കെ വളർന്നിരിക്കുന്നത്. പുൽച്ചെടിയുടെ വേരുപടലത്തിൽ പ്ലാവിലേതുപോലെ വലിപ്പമുള്ള ഒരു പ്രധാന വേരില്ല. കുറേ ചെറിയ ചെറിയ നാര് പോലുള്ള വേരുകളാണ് ഉള്ളത്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേരുപടലം കാണാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത്. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നോക്കി നോക്കൂ. സസ്യം, സിരാവിന്യാസം, വേരുപടലം. ഇത് സസ്യം പയർ. പയറ് സിരാവിന്യാസം എങ്ങനെയായിരിക്കും? ജാലിക സിരാവിന്യാസാണ്. വേരുപടലം എന്ന് പറയുന്നത് തായ് വേരുപടലമാണ്. അടുത്തത് പുൽച്ചെടി. പുൽച്ചെടിയുടെ സിരാവിന്യാസം സമാന്തര സിരാവിന്യാസമാണ്. വേരുപടലം എന്ന് പറയുന്നത് നാരുവേരുപടലമാണ്. അടുത്തത് പ്ലാവ്. പ്ലാവിന്റെ സിരാവിന്യാസം ജാലിക സിരാവിന്യാസമാണ്, തായ് വേരുപടലമാണ്. അടുത്തത് തെങ്ങ്. തെങ്ങിന്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് സമാന്തര സിരാവിന്യാസാണ്, നാരുവേരുപടലമാണ്. അടുത്തത് ഇങ്ങനെയും ചില വേരുകൾ. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടിൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ, ന്യൂമാറ്റോഫോർസ്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളൂ. ഇവിടെ അതിന്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. താങ്ങ് വേര്, പൊയ്കാൽ വേര്, പറ്റുവേര്, ശ്വസന വേര് അല്ലെ. താങ്ങ് വേര് എന്ന് പറയുന്നത് നമ്മുടെ ആലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആലിന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ വേരുകൾ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിനെയാണ് താങ്ങ് വേര് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആറ്റ് കൈതയിലൊക്കെ കാണുന്നതാണ് പൊയ്കാൽ വേര്. ഇത് കുരുമുളകിന്റെ വേരുകൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ പറ്റുവേര് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടിൽ ചെടിയിലെ വേരുകളാണ് ഇത് ശ്വസന വേരുകൾ. ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജ പത്ര സസ്യങ്ങളും. ആദ്യത്തെ കാണുന്നത് ഏകബീജപത്ര സസ്യമാണ്. തെങ്ങ് ഒരു ഏകബീജപത്ര സസ്യമാണ്, നാരുവേരുപടലാണ്. ഇലകളിലെ സമാന്തര സിരാവിന്യാസമാണ് കാണുന്നത്. അടുത്തത് ചക്ക തന്നിട്ടുണ്ട്. ചക്കയുടെ ഡൈക്കോട്ടിലിഡനാണ് ചക്ക, അതായത് ദ്വിബീജപത്ര സസ്യമാണ്. പിന്നെ അതിൻ്റെ ഇലകൾ എങ്ങനെയാണ്? ജാലിക സിരാവിന്യാസാണ്. അതിൻ്റെ വേര് തായ് വേരുപടലമാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിലാണ് നമ്മൾ ഏകബീജപത്ര സസ്യങ്ങൾ, മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത്.
രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെ നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ്, ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയും. നാരുവീരു പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ്. തായ്വേരു പടലം, ശിഖരങ്ങളോടുകൂടിയ തണ്ട്, ജാലിക ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലെ ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ചേമ്പ്, ചേന എന്നിവ. കുറ്റിയറ്റു പോവാതെ. പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുമുള്ള സസ്യങ്ങളുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് മുള്ളിലം, തുമ്പ. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെയെല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിത്തുകൾ മുളച്ച് വളരാൻ തുടങ്ങി കഴിയുമ്പോൾ ബീജപത്രത്തിന്റെ വലുപ്പത്തിന് വരുന്ന മാറ്റം എന്താണ്? ഇതിനുള്ള കാരണം എന്താണ് സംഭവിക്കുന്നത്? ബീജപത്രത്തിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണ്. അവസാനം അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ അതിൻ്റെ ഇലകൾ വരുന്നതിന് മുൻപ് ആ ബീജപത്രത്തിൽ കരുതി വെച്ചിട്ടുള്ള ഭക്ഷണമാണ് ആ വിത്ത് ഉപയോഗിക്കുന്നത്, ആ ചെടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബീജപത്രത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നത്. ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. വിത്ത് വിതരണത്തിന്റെ രീതി, വിത്തിനുള്ള അനുകൂലനങ്ങൾ. ഇവിടെ വിത്തിനുള്ള അനുകൂലനങ്ങൾ തന്നിട്ടുണ്ട്. മാംസളമായ ഭാഗങ്ങൾ, മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ. ഇങ്ങനെയുള്ളവ എങ്ങനെയാണ് വിത്ത് വിതരണം ചെയ്യുന്നത്? ജന്തുക്കൾ വഴി, പക്ഷികൾ വഴി, മനുഷ്യർ വഴി എന്നൊക്കെയാണ് ഇവ വിത്ത് വിതരണം ചെയ്യുന്നത്. അടുത്തത് വിത്തിന് ഭാരം കുറവ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ. ഇതെങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? നമ്മൾ അപ്പൂപ്പന്താടി പഠിച്ചില്ലേ? കാറ്റ് വഴിയാണ് ഇങ്ങനെയുള്ളവ വിത്ത് വിതരണം ചെയ്യുന്നത്. അടുത്തത് ജലം വഴി. തെങ്ങ് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് അതിൻ്റെ വിത്തിൻ്റെ അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. പിന്നെ കുറച്ച് ദിവസം ജലത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത്. അടുത്തത് പഴങ്ങൾ പാകമാകുമ്പോൾ പുറന്തോട് പൊട്ടി വിത്ത് പുറത്തേക്ക് തെറിക്കുന്നു. വെണ്ട, കാശിത്തുമ്പ ഇവയൊക്കെയാണ് ഇങ്ങനെ വിത്ത് വിതരണം നടത്തുന്നത്. എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ് ഇവ വിത്ത് വിതരണം നടത്തുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.